എടുത്ത് നോക്കി. കാര്യം ഞാൻ പൊട്ടുമെന്ന് പറഞ്ഞിരുന്നതാണ് CBSEയുടെ എക്സാം ഫിസിക്സിന്. അതിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ, അതായത് 70 മാർക്ക്. എനിക്ക് 70 63 മാർക്കുണ്ടായിരുന്നു. അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അനുഗ്രഹവേളയിൽ വന്ന് സാക്ഷ്യം പറയാൻ ലഭിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ ആദ്യം തന്നെ നന്ദി പറയുകയാണ്. ഞാൻ 2022-23 CBSE +2 ബാച്ചായിരുന്നു. ഞാൻ 10ഉം 11ഉം ഓൺലൈനായിട്ടാണ് ഞാൻ പഠിച്ചത്. ഞാൻ CBSE ആയതുകൊണ്ട് തന്നെ 10ാം ക്ലാസ് എക്സാം ഞങ്ങൾക്കില്ലായിരുന്നു, ഓൾ പാസ്സായിരുന്നു. അപ്പം എങ്ങനെയാണ് ഒരു എക്സാം എഴുതേണ്ടതെന്ന് പോലും അറിയാതെയാണ് ഞാൻ +2ൻ്റെ എക്സാമിന് കയറിയിരുന്നത്. അപ്പോഴത്തേക്കിന് എനിക്കറിയത്തില്ല എന്താ അവിടെ ചെയ്യേണ്ടത്, എങ്ങനെയാണ്, എന്ത് ചെയ്യണം, എന്ത് പഠിച്ചാലാണ് എക്സാം പാസ്സാകേണ്ടതെന്ന് പോലും അറിയത്തില്ല. കാര്യം 10ഉം 11ഉം ഓൺലൈനായിട്ട് പഠിച്ചിട്ട് ഒന്നും അങ്ങനെ വലുതായിട്ട് അറിയത്തുമില്ല. അങ്ങനെ അമ്മ ഇങ്ങനെ പറഞ്ഞു തന്നു, ഇങ്ങനെ കൃപാസനം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഒരു പള്ളിയുണ്ട്, നമുക്കവിടെ പോകാം, നീ പേടിക്കണ്ട എന്ന് പറഞ്ഞ് ഞാനും അപ്പയും അമ്മയും കൂടെ ഒരു ഞായറാഴ്ച എൻ്റെ ഹോൾ ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് ഇവിടെ വന്നു. മാതാവിനോട് മുട്ടിപ്പായിന്ന് ഞാൻ പ്രാർത്ഥിച്ച, അമ്മേ മാതാവേ, നാണം കെടുത്താത്തൊരു മാർക്ക് എനിക്ക് തരണം, എനിക്ക് അത്രയേ ഉള്ളായിരുന്നു എൻ്റെ ആവശ്യം. അപ്പം ഞാനിവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല, എനിക്കപ്പം 18 വയസ്സായിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് ഹോൾ ടിക്കറ്റുമായിട്ട് ഞാൻ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ എഴുതി. എക്സാം എല്ലാം ഞാൻ എഴുതി. എനിക്ക് എക്സാം എല്ലാം എഴുതുമ്പോഴത്തേക്കിനും ടെൻഷനാണ്. ഞാൻ എല്ലാ എക്സാമിനും കയറുമ്പോഴത്തേക്കിനും വിശ്വാസ പ്രമാണവും എല്ലാം ചൊല്ലിയിട്ടാണ് ഞാൻ കയറുന്നത്. എന്നിട്ട് ഉപ്പ് ഞാൻ വെതറും. ഞങ്ങൾക്ക് ആകുമ്പോഴത്തേക്കിനും ഒന്നും കയറ്റാൻ പറ്റത്തില്ല എക്സാം ഹോളിലോട്ട്. ഞാൻ ഉപ്പ് അവർ കാണാതെ ഞാൻ വെതറിയിട്ട് ഞാൻ അതിൻ്റെ മണ്ടയ്ക്ക് ഇരുന്നിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എക്സാം എഴുതുന്നത്. എനിക്ക് സെറ്റ് 3 ആണ് കിട്ടിക്കൊണ്ടിരുന്നത് എല്ലാ എക്സാമിനും. ആ സെറ്റാണ് ഏറ്റവും എളുപ്പമുള്ള സെറ്റ്. ഞാൻ എക്സാം എല്ലാം എഴുതി കഴിഞ്ഞു. എനിക്ക് ഫിസിക്സിൻ്റെ എക്സാം വന്നപ്പോഴത്തേക്കിന് ഞാൻ നോക്കുമ്പോഴത്തേക്കിന് എനിക്കറിയുന്ന ഒരൊറ്റ ക്വസ്റ്റ്യൻ ഇല്ല അതിനകത്ത്. ഞാൻ നിന്ന് ഉരുകും, എനിക്കറിയത്തില്ല എന്നെ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാനപ്പോഴത്തേക്കും രണ്ടും കൽപ്പിച്ച് ഞാൻ മാതാവിനെ വിളിച്ചുകൊണ്ട് ഞാൻ ആ ക്വസ്റ്റ്യൻ തന്നെ എഴുതി വെച്ചിട്ട്, എല്ലാത്തിനും ഞാൻ ക്വസ്റ്റ്യൻ എഴുതി വെച്ചിട്ടു. എന്നിട്ട് എനിക്ക് തോന്നിയ ഏതെങ്കിലും ഒരു ആൻസർ എഴുതിയിട്ട് ഞാനത് അണ്ടർലൈൻ ചെയ്ത് വെച്ചു. എനിക്ക് റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് ആകെ ഏറ്റവും കൂടുതലും മാർക്ക് എനിക്കുള്ളത് ഫിസിക്സിന്. എനിക്കറിയാം, ഞാൻ 2 വട്ടം എൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് ഞാൻ എടുത്ത് നോക്കി. കാര്യം ഞാൻ പൊട്ടുമെന്ന് പറഞ്ഞിരുന്നതാണ് CBSEയുടെ എക്സാം ഫിസിക്സിന്. അതിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ, അതായത് 70 മാർക്ക്. എനിക്ക് 70 63 മാർക്കുണ്ടായിരുന്നു. ഞാൻ ഞെട്ടിപ്പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു. എനിക്ക് നീളമില്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞു കിട്ടാൻ ചാൻസ് കുറവാണ്, ഭയങ്കര പാടായിരിക്കും. അന്ന് വരെ ഞാൻ എടുത്തിട്ട് ക്ലിയർ ആയിട്ടില്ല. അന്ന് ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റിന് ചെന്ന് അവരപ്പോഴത്തേക്കും അവിടെ വിധി എഴുതി എനിക്ക് കിട്ടത്തില്ല എന്നെഴുതി എന്നെ പഠിപ്പിച്ച മാഷുമാരെഴുതി. ഞാനവിടെ കയറി ഇരുന്നിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ഞാൻ ചൊല്ലിക്കൊണ്ടാണ് ഞാൻ വണ്ടി എടുക്കുന്നത്. വണ്ടി എടുത്തു. ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഞാൻ എടുത്ത്. അവരെല്ലാവരും എന്നോട് ചോദിച്ചു, നീ എന്നാ മാത്രമേ ചൊല്ലിക്കൊണ്ടിരുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ വിശ്വാസ പ്രമാണമാണ് ചൊല്ലിക്കൊണ്ടിരുന്നത്. എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ ജർമ്മൻ പഠിച്ചു. അങ്ങനെ ഞാൻ A2ൻ്റെ എക്സാം എഴുതി ഞാൻ ഫെയിലായി. ഞാനത് ട്രിവാൻഡ്രത്താണ് എഴുതിയത്. അപ്പോഴത്തേക്കിനും എനിക്കങ്ങ് എൻ്റെ മാതാവിനോടുള്ള ഇതങ്ങ് കുറഞ്ഞ്. അത് കഴിഞ്ഞ് എൻ്റെ ഫെയിലായെന്നറിഞ്ഞ് ഒരു വെള്ളിയാഴ്ചയായിരുന്നു. അടുത്ത വെള്ളിയാഴ്ച വന്ന് ഞാനും എൻ്റെ അമ്മയും കൂടെ 2023 ഡിസംബർ 29 എൻ്റെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ B2ന് വേണ്ടി പഠിക്കുക. അപ്പം B2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് തന്നെ ഞാൻ B2ൻ്റെ എക്സാമിന് വേണ്ടി ഒരു സ്ലോട്ട് ഞാൻ ട്രിവാൻഡ്രം കൊച്ചിയിൽ മെയിൽ അയച്ചു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ആ മെയിൽ എക്സാം സ്ലോട്ട് കിട്ടി. ഞാൻ റൈറ്റിങ്ങും ലിസണിങ്ങും എഴുതി. ഞാൻ മാർച്ച് 16 ആയിരുന്നു എക്സാം എഴുതിയത്. ഞാനപ്പം അതും കിട്ടി. ഞാൻ ഹോൾ ടിക്കറ്റും കൊണ്ട് വന്ന് ഇവിടെ ഈ അൽത്താരയുടെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്കറിയത്തില്ല എങ്ങനെ എക്സാം എഴുതേണ്ടതെന്ന്. എന്നെ എഴുതി വെക്കുമെന്നും എനിക്കറിയത്തില്ല. അതുപോലെ ഞാൻ പഠിക്കുകയും ചെയ്തു. ഞാൻ 2ഉം പാസ്സായി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഈ ട്രിവാൻഡ്രം കൊച്ചി എന്ന് പറഞ്ഞാൽ മെയിൽ കിട്ടാൻ വേണ്ടി ഭയങ്കര പാടാണ്. എനിക്ക് മിക്ക മന്തിലും ഡേറ്റ് കിട്ടുമായിരുന്നു. പിന്നെ എനിക്ക് കോൺഫിഡൻസ് ഭയങ്കര കുറവായിരുന്ന ഒരാളാണ് എന്നിട്ട് ഞാൻ ഓഗസ്റ്റിലത്തെ എക്സാമിനുള്ള ഡേറ്റിൽ ഞാൻ സ്പീക്കിങ്ങും റീഡിങ്ങും കൂടെ എഴുതി. എനിക്ക് റീഡിങ് കിട്ടി, എനിക്ക് സ്പീക്കിങ് കിട്ടിയില്ല. എനിക്ക് 2 മാർക്കിനത് പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ 3 മൊഡ്യൂളായപ്പോൾ തന്നെ ഞാൻ എക്സാം ഏജൻസിക്ക് കൊടുത്തു. ഏജൻസി എനിക്ക് ഇൻ്റർവ്യൂ തന്നു. അതായത് ആ ഏജൻസി ഞാൻ കണ്ടുപിടിക്കുന്നത് ഞാനിങ്ങനെ ട്രിവാൻഡ്രം കൊച്ചി പോയി രജിസ്ട്രേഷൻ ഇരുന്നപ്പോൾ അവിടെ വെച്ച് കണ്ട ഒരു കൊച്ചു വഴിയാണ് ഞാൻ ആ ഏജൻസി കണ്ടുപിടിക്കുന്നത്.
എനിക്ക് ആ ഏജൻസിയെക്കുറിച്ച് അറിയത്തില്ല, നല്ലതാണോ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. പോയ ആളുടെ ഒരു വിശ്വാസം വെച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഏജൻസിക്ക് കൊടുത്തത്. പെട്ടെന്ന് തന്നെ എനിക്ക് ഇൻ്റർവ്യൂ മോക്ക് കിട്ടി. മെയിൻ ഇൻ്റർവ്യൂ 2 ഒറ്റ അടിക്കായിരുന്നു. എനിക്ക് 2 കൂടെ ഒരുമിച്ചായിരുന്നു. എനിക്കറിയാം, എനിക്ക് 3 ക്വസ്റ്റ്യൻ മനസ്സിലായി അവർ പറഞ്ഞത്. 4ാമത്തെ ക്വസ്റ്റ്യൻ എന്നാന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. അവർ പറഞ്ഞു, ഞാൻ അവരോട് ചിരിച്ചുകൊണ്ട് യാ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കിന് അവരെനിക്ക് തോന്നുന്നു എന്നെ കളിയാക്കി ചിരിച്ചതാണോ എനിക്കൊന്നും അറിയത്തില്ല. എനിക്ക് അങ്ങ് സങ്കടവും വരുന്നു. ഞാൻ മാതാവിൻ്റെ തിരി അവിടെ കത്തിച്ച് വെച്ചേക്കുക. അതിലോട്ട് ഞാൻ നോക്കുന്നുണ്ട്, എനിക്കറിയത്തില്ല. ഞാൻ അപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല അവരെന്താ പറഞ്ഞത്. ഞാൻ ഇപ്പോൾ യാന്ന് വെച്ചിട്ട് അവർ എന്നെ ബൈ പറഞ്ഞു പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ എനിക്ക് തോന്നുന്നില്ല, എനിക്കറിയത്തെങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് പോലും മനസ്സിലായില്ല, ഞാൻ ചിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ചിരിച്ചോണ്ടാണ് ഞാൻ അവരെ ഇത് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കിനും അമ്മ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ റിസൾട്ട് വന്നു. ഞാൻ പാസ്സായി. ഞാൻ ആദ്യം പാസ്സാകുന്നു അവിടെ ഇൻ്റർവ്യൂവിന്. എനിക്കറിയത്തില്ല ഞാൻ എന്നെ അവിടെ ചെയ്യേണ്ട. ഞാൻ അപ്പോഴത്തേക്കിന് അക്കാഡമിയിൽ ഞാൻ നിൽക്കുക. എന്നോട് പറഞ്ഞ് മരിയ പാസ്സായെന്ന് പറഞ്ഞു. ഞാൻ ഞാൻ പോയി. എനിക്കറിയത്തില്ല. അത് കഴിഞ്ഞ് എൻ്റെ കോൺട്രാക്റ്റ് ഒരു മാസം പോലും എടുത്തില്ല. അതിന് മുന്നേ വന്നു. എന്നിട്ട് 3 ലക്ഷം രൂപ വേണം. 3 ലക്ഷം രൂപ ഏജൻസിക്ക് കൊടുക്കണം. അപ്പോഴത്തേക്കിന് ഞാൻ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്കിന് വീട്ടിൽ നല്ല ടൈറ്റാണ്. അപ്പം അമ്മ പറഞ്ഞു, നീ പ്രാർത്ഥിക്ക്, അമ്മ മാതാവിനോട് പ്രാർത്ഥിക്ക്, നമുക്ക് എവിടുന്നേലുമൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ എല്ലാ ദിവസവും ത്രിസന്ധ്യാജപം ചെല്ലും. നല്ല രീതിയിൽ പ്രാർത്ഥിച്ചു. എപ്പോഴും എല്ലാവരും കൂടെ ചേർന്ന് നിന്നിട്ടാണ് ഞങ്ങളുടെ വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന ചെല്ലുന്നതും മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നതും. അങ്ങനെ പ്രാർത്ഥിച്ച് അടുത്ത ദിവസം ആയപ്പോഴത്തേക്കിന് ഞങ്ങൾക്ക് പൈസ കിട്ടി. ഞാൻ കൊണ്ടുവന്ന് ഏജൻസിയിൽ അടച്ചു. ജാനുവരി 17-ാം തീയതി ഞാൻ വിസയ്ക്ക് വെക്കുമ്പോഴത്തേക്കിനും എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. കാര്യം എന്താ വെച്ചാൽ എൻ്റെ ഒരു സർട്ടിഫിക്കറ്റിൽ എൻ്റെ പ്ലേസ് ഓഫ് ബർത്തിൽ കേരള എന്നില്ല. അപ്പോഴത്തേക്കിനും എല്ലാവരും പറഞ്ഞു അത് മിക്കവാറും റിജക്ഷൻ ആകാനാണ് ചാൻസ്. ഞാൻ നിന്ന് കരയുക വീട്ടിൽ. അതിൻ്റെ കൂടെ ഞാൻ വിശ്വാസപ്രമാണം ചെല്ലുന്നുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന ഞാൻ കാശുരൂപവും ഉപ്പും എല്ലാം ഞാൻ പിടിച്ച് ഞാൻ കരയുന്നുമുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുമുണ്ട്, അതിലേറെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ എൻ്റെ വീട്ടിലെല്ലാവരും പറയുന്നുണ്ട്, നീ എന്തിനാ പേടിക്കുന്നത്, അമ്മ മാതാവ് നിനക്ക് തരും. പക്ഷേ അമ്മയൊക്കെ കരഞ്ഞ് എല്ലാവരും പ്രാർത്ഥിക്കുക. എന്നിട്ട് അത് കഴിഞ്ഞ് ജാനുവരി 17-ന് വെച്ച്, ഒരു തിങ്കളാഴ്ച വെച്ച്, അത് കഴിഞ്ഞിട്ട് ഒരു വ്യാഴാഴ്ച ആയപ്പോഴത്തേക്കും എനിക്ക് മെയിൽ വന്ന് ഡിസ്പാച്ച് ആയെന്നും പറഞ്ഞു. എനിക്ക് അപ്പോഴത്തേക്കും എന്നോട് എല്ലാ ഫ്രണ്ട്സും പറഞ്ഞു റിജക്ഷൻ ആയിരിക്കും, കാര്യം ഇത്രയും നേരത്തെ ഒന്നും ആർക്കും വരത്തില്ല, ഇങ്ങനെ എൻ്റെ കൂടെ വെച്ചവർക്ക് ആർക്കും വരുന്നുമില്ല. ഞാൻ ചെന്നിട്ട് സാറ്റർഡേ ചെന്നിട്ട് ഞാൻ കൊറിയർ ഓഫീസിൽ ചെന്നിട്ട് ഞാൻ വാങ്ങിച്ചു. ഞാനപ്പോൾ പോകുന്നതിന് മുന്നേ എൻ്റെ കയ്യിൽ എവിടെ പോയെന്ന് പറഞ്ഞാലും എൻ്റെ മുന്നിൽ കാശുരൂപമുണ്ട്. കാശുരൂപ ഞാൻ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. എൻ്റെ കഴുത്തേൽ ഇപ്പോഴും കിടപ്പുണ്ട്. ഞാൻ എന്നിട്ട് അവിടെ കയറി ചെന്നു. എനിക്ക് തുറക്കാൻ വേണ്ടി ഭയങ്കര പേടി. അപ്പോഴത്തേക്കിനും എൻ്റെ കൂടെ നിന്ന് എൻ്റെ ചേട്ടനാണ് തുറന്നത്. അപ്പോഴത്തേക്കിനും പറഞ്ഞു, എടി ഒരു പേപ്പറേ ഉള്ളൂ അതിനകത്തെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ മാതാവേ, ഞാൻ നിന്ന് വിശ്വാസപ്രമാണം ചൊല്ലി. ഇപ്പം എടുത്തു നോക്കിയപ്പം റിജക്ഷൻ വരുമ്പോഴാണ് അങ്ങനെ സാധാരണ പേപ്പർ വരുന്നത്. ഈ പേപ്പർ അതിൻ്റെ അകത്ത് അറിയാതെ അങ്ങോട്ട് കയറി വന്നതാണ്. പുറത്ത് വരേണ്ട പേപ്പർ അറിയാതെ റിജക്ഷൻ വന്നെന്നും പറഞ്ഞുകൊണ്ടാണ് വന്നത്. അത് അറിയാതെ അകത്ത് കയറി വന്നതാണ് പുറത്ത് വരേണ്ട പേപ്പർ. നോക്കുമ്പോഴത്തേക്കിന് എനിക്ക് വിസ അടിച്ചിട്ടുണ്ട്. ഞാൻ ഈ വരുന്ന മാർച്ച് 26-ാം തീയതി ഈ ബുധനാഴ്ച വൈകിട്ട് ഞാൻ ജർമ്മനിക്ക് പോവുകയാണ്. ഞാൻ ചെയ്ത കാരുണ്യ പ്രവർത്തനം എന്ന് വെച്ചാൽ, ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് എപ്പോഴും 4-ാമത്തെ ആഴ്ചയിൽ യുവതുപ്തിക്കാരെല്ലാവരും കൂടെ ചേർന്ന് അന്നദാനം നടത്തുന്നുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനും അമ്മയും കൂടെ എല്ലാവരും കൂടെ ചേർന്ന് 1, 3, 5 പൊതി കൊടുക്കാറുണ്ട്. അതുകൂടാതെ തന്നെ പത്രങ്ങൾ എല്ലായിടത്തും തീരുന്നിടം വരെ ഒന്നെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകുമ്പോഴത്തേക്ക് തന്നെ ബസ് സ്റ്റോപ്പിൽ ഞങ്ങളുടെ അടുത്തുള്ള ചങ്ങനാശ്ശേരി സ്ഥലം അവിടെയുള്ള ഹോസ്പിറ്റലുകളിലെല്ലാം കയറി കൊടുത്തിട്ടേ ഞാൻ മിക്കവാറും പോകാറുള്ളൂ. പിന്നെ എവിടെ പോയെന്ന് പറഞ്ഞാലും എൻ്റെ കയ്യിൽ ഒരു കൃപാസനത്തിലെ പത്രം കാണും. ഇപ്പം തന്നെയാണേലും എൻ്റെ ഈ പാസ്പോർട്ടിൻ്റെ അകത്ത് തന്നെ ഒരു കാശുരൂപമുണ്ട്. എനിക്കറിയാം എൻ്റെ കൂടെ എവിടെ പോയെന്ന് പറഞ്ഞാൽ. പിന്നെ എനിക്ക് എവിടെ പോയെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര തടസ്സങ്ങളാണ്. എനിക്കിപ്പോൾ എക്സാം എഴുതാൻ പോയാൽ എനിക്ക് ട്രെയിൻ ലേറ്റ് ആവുക എന്നായിരുന്നു, അല്ലെങ്കിൽ ഛർദ്ദിക്കാൻ വരിക, അങ്ങനെയൊക്കെ ഓരോന്നോ. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഡൽഹിക്ക് പോയി എക്സാം എഴുതിയിട്ട് എനിക്ക് ഒരു മൊഡ്യൂൾ കിട്ടിയിട്ടില്ല. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് എനിക്കത് ഞാൻ അവിടെ ചെല്ലുന്ന അന്ന് അതിൻ്റെ റിസൾട്ട് വരുന്നത്. എനിക്ക് ഉറപ്പുണ്ട് എനിക്കത് കിട്ടുമെന്നുള്ള കാര്യം എൻ്റെ വീട്ടിലെ അല്ലലും എല്ലാം അറിഞ്ഞ് വളർന്ന ഒരാളാണ് ഞാൻ. അപ്പോഴത്തേക്കും മാതാവ് എനിക്കത് തരുമെന്നുള്ള കാര്യം 100% എനിക്ക് ഉറപ്പാണ്.